ഒരു പ്രതിഭാ സംഗമത്തിൽ ഇവിടെ കുറച്ച് താരങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിറഞ്ഞ കൈയോടു കൂടി നമുക്ക് അവർ ഓരോരുത്തരായി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി ചാപ്പാക്കുരിശ് എന്ന സിനിമയിൽ എപ്പോഴും കേൾക്കുന്നൊരു റിംഗ് ട്യൂൺ ഉണ്ട്, അത് ശ്രദ്ധിക്കാം. അതുപോലെ ചന്ദ്രോത്സവം എന്ന സിനിമയിൽ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. സ്ഫടികം എന്ന ചിത്രത്തിലെ ഓർമ്മകൾ എന്ന ഗാനത്തിൻ്റെ 2 വരി. താങ്ക് യു. ചെമ്പൻ വിനോദ് എന്ന് പറയുന്ന നമ്മൾ നടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. എന്തുട്ടാടാ നീ കാണിക്കണേ? ജയിലിലെ ചിക്കൻ ബിരിയാണി ഉള്ളപ്പോൾ തന്നെ നമുക്കിവിടെ വരാൻ പറ്റില്ലടാ. അതൊരു ഭാഗ്യമായിട്ടാണ്. അച്ചോ, നാട്ടിൽ നിന്ന് 10 കള്ളന്മാരെ പിടിച്ച 9 പേരും ഇൻ്റർനാഷണൽ കള്ളന്മാരാ എന്ന് വെച്ചാൽ അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ. അങ്ങനെ നോക്കുമ്പോൾ ജയിലൊരു ക്രിയേറ്റിവിറ്റി സ്ഥലമല്ലോ. നമ്മളെ കാപ്പിപ്പൊടി അച്ഛൻ എന്നും പറഞ്ഞിട്ടൊരു അച്ഛൻ്റെ പ്രസംഗം നമ്മൾ മിക്കപ്പോഴും ഒരുപാട് യൂട്യൂബിൽ വരാറുണ്ട്. വളരെ രസികമായിട്ട്, വളരെ സരസമായിട്ട് തമാശകൾ കലർന്ന് പ്രസംഗിക്കുന്ന ഒരു അച്ഛനാണ്. ജോസഫ് പുത്തമ്പരയ്ക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്കൊക്കെ ഈ സൗണ്ട് കേൾക്കുമ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രൂപം ഓർമ്മ വരും. ഈ വെഡിങ്ങും വെൽഡിങ്ങും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വെൽഡിംഗ് എന്ന് പറയുമ്പം ആദ്യമേ തന്നെ തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീറ്റലുണ്ടാകും. അത് കഴിയുമ്പം അതങ്ങ് കയറി ഒട്ടും. എന്നാൽ വെഡിങ് എന്ന് പറയുമ്പോൾ ആദ്യമേ കയറി ഒട്ടും, പിന്നീട് മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടലായിരിക്കും, ചീറ്റലായിരിക്കും. ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ ഒരു കുട്ടിക്കൂറ അടിച്ചപ്പെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കൂറ അമ്മക്കൂറായില്ല, അപ്പം കൂറായില്ല. പിന്നെ ഈ കുട്ടിക്കൂറായത് എവിടെ നിന്നുണ്ടായി? തികച്ചും ന്യായമായ സംശയം. മിമിക്രിയുടെ ഞങ്ങൾക്കൊക്കെ ഒരു വഴികാട്ടിയായ സംവിധായകൻ സിദ്ദിഖ്, അദ്ദേഹം ചില ജഡ്ജ്മെൻ്റ് ഇരിക്കുമ്പോൾ ഇതേപോലെയാണ്. രാജേഷ് അല്ലേ, രാജേഷിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. നിങ്ങളുടെ സ്കിറ്റിൻ്റെ അകത്ത് കൂടുതൽ തമാശകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം, അപ്പോഴായിരിക്കും ആസ്വാദികരമാകുക. എന്തായാലും അടുത്ത തവണ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജോയ് മാത്യു. ഇന്ന് നിറയെ സിനിമകളിലുള്ള ക്യാരക്ടർ വേഷങ്ങൾ ശ്രദ്ധേയനായ ജോയ് മാത്യു. ഞാൻ ഈ ഇടവപ്പള്ളിയിൽ വികാരിയായിട്ട് വർഷം 16ആയി. ഈ 16 വർഷക്കാലവും പള്ളി ബാൻഡ് തോറ്റ് തുന്നം പാടിയ ചരിത്രമേ കേട്ടിട്ടുള്ളൂ. പള്ളിയിൽ ന്യൂ ഇയറിന് പോലും കുർബാനയിൽ പങ്കെടുക്കാത്ത സോളമൻ ഇനി പള്ളി ബാൻഡിൽ വായിക്കണ്ട. പള്ളി ബാൻഡിന് ചെലവ് കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ. സോളമ, മൈൻഡ് ഇറ്റ്. താങ്ക് യു. അപ്പോ നിനക്കറിയില്ല നിന്റെ മാമനെ? കട്ടപ്പന സ്വന്തം നേരത്ത് 10 രൂപയ്ക്ക് വയറ് പൊട്ടി ചാള വാങ്ങി അതിലൊരു ചാള പൂച്ച എടുത്തുകൊണ്ട് പോയപ്പോൾ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടിച്ചിട്ട് അതിനെ പിടിച്ച് അതിന്റെ വയറ്റിൽ കിക്കിളിയിട്ട് അത് കക്കിച്ച് ആ ചാള കൊണ്ടുപോയി കൊട്ടപ്പുളിയിട്ട് കറി വെച്ച് തിന്ന മരം കൊത്തി മോറനാണ് നിന്റെ മാമൻ, അഥവാ ഏറ്റവും നാറിയ അളിയൻ.